ഒരു നോമ്പ് തുറക്ക് പോകാട്ടോ. എൻ്റെ ജംഷിൻ്റെ കമ്പനിൻ്റെ നോമ്പ് തുറയാണ്, സ്മാസ്കോൻ്റെ ഫൈസലിയ ടവറിൻ്റെ അടിയിലാണ് നോമ്പ് തുറയുള്ളത്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. പൊന്നു മക്കളെ, ആദ്യമായിട്ടൊരു സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഫൈസലിയ ടവറിലൊരു നോമ്പ് തുറ. അതും അതും ഇവന്റെ കമ്പനി കേട്ടോ. ഇവന്റെ കമ്പനിയിലാണ് എന്നെ ഗസ്റ്റായിട്ടാണ് ഇവര് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അല്പം നേരം വൈകി. എന്താണ്, വളരെ മനോഹരമായിരുന്നു. ഒരു 500ഓളം സ്റ്റാഫുകൾ സ്മാഷ് വയർ നിറച്ച് കഴിച്ചു. പക്ഷെ ഞാൻ ഡയറ്റായ കാരണം അല്പം മട്ടൻ അല്ലല്ല, ഞാൻ കുറച്ച് റൈസും അതുപോലെ തന്നെ കുറച്ച് സാലഡ്, പിന്നെ അതുപോലെ തന്നെ ലേശം ലഹം കുറച്ച് കൂടുതൽ മട്ടൺ എടുത്ത് കഴിച്ച്, പിന്നെ ലേശം ഈത്തപ്പഴം ഗാവും കുടിച്ച് വന്ന്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള നോമ്പ് തുറയുന്നു. ഇവരെ CEO അതുപോലെ തന്നെ മുഴുവൻ സ്റ്റാഫുകൾ, സ്മാസ്കോലെ മുഴുവൻ സ്റ്റാഫ് 500 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമ്മൾ ഇതുപോലെ പറയാതെ ഇഫ്താറിന് ഞാൻ വരും. ഓക്കെ, ഞാനിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂണിഫോം വെള്ളക്ക് പകരം കളർ ഇട്ടിട്ടാണ് വന്നത്, മുൻകൂട്ടിയിട്ട്. അതാണ് നമ്മൾ വളരെ അഗ്രഗണ്യനായിരിക്കണം. ഓക്കെ, അതിമനോഹരമായിട്ടുള്ള ഇഫ്താറിൽ പങ്കെടുത്തു. വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ നോമ്പ് തുറ ഉണ്ടാക്കിയിട്ടുള്ള സ്മാഷ്കോന്റെ CEO ഒക്കെ പഠിച്ചവനെ ദീർഘായുസ് കൊടുക്കണം. എല്ലാവർക്കും ഇനി സാലറി കൂട്ടി കൊടുക്കുക. ഓക്കെ, സാലറി കൂട്ടി കൊടുക്കുമ്പോൾ പലർക്കും ഇനി ഇൻസെന്റീവ് കൊടുക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പ് തുറ ഞങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും. അതിൽ ഒരേ ഒരു ബ്ലോഗർ അല്ലെങ്കിൽ യൂട്യൂബർ എന്ന നിലയ്ക്കാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അഭിമാനം കൊള്ളുന്നു. ഞാൻ പേരെടുത്തിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, സ്മാസ്കോ എന്ന കമ്പനിയിലെ ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്.